വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഹാപ്പി ഈസ്റ്റർ വൺ ആൻഡ് ഓൾ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ലില്ലി ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലില്ലി ഫ്ലവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് മെയിനായിട്ട് അതിൻ്റെ പ്യൂരിറ്റി, ഇന്നസെൻസ് ആൻഡ് റിഫൈൻഡ് ബ്യൂട്ടിയാണ്. അതുപോലെ തന്നെ അത് വേറെ കാര്യങ്ങളിലൂടെ റിലേറ്റഡ് ആണ്. അതായത് ഹോപ്പ് അല്ലെങ്കിൽ പുതിയൊരു ബിഗിനിങ്, പുതിയൊരു തുടക്കം അതിന് റിലേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് കൊളാക്കുന്നില്ല. So let's watch the video. Before that, please do like, share and subscribe our channel. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളത് കളർ പെൻസിലാണ്. കളർ പെൻസിലും ഇതുപോലെ തന്നെ ഒരു ഫിനിക്സ് പേപ്പറുമാണ്. വൈറ്റ് ഫിനിക്സ് പേപ്പറാണ് നമ്മളിവിടെ എടുക്കുന്നത്. വൈറ്റ് ഫിനിക്സ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു പെറ്റൽ ഫോമിലാക്കി എടുക്കുക. ലില്ലി ഫ്ലവറിൻ്റെ പെറ്റൽ ഷേപ്പ് തന്നെ വേണം. കുറച്ച് നീളമുള്ള പെറ്റൽസ് ആയിരിക്കണം. നമ്മൾ പെറ്റൽസിൻ്റെ ഷേപ്പ് എടുക്കുമ്പോഴത്തേനും ഇതുപോലെ വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മാക്സിമം ഒരു ലില്ലി ഫ്ലവറിൽ 5 to 6 പെറ്റൽസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കൊടുക്കുക. അതായത് രണ്ട് പെറ്റൽസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഒന്ന് ഗം യൂസ് ചെയ്ത് അതിനകത്ത് ഫ്ലോറൽ വയർ ഫിക്സ് ചെയ്ത് നമ്മളൊന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോഴത്തേനും നമുക്ക് ഒരു കട്ടിയുള്ളൊരു പെറ്റൽ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പം ഞാനിവിടെ ഒരു 5 പെറ്റലാണ് എടുക്കുന്നത്. ജസ്റ്റ് പെറ്റൽ ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല, അത് ജസ്റ്റ് ഒന്ന് ഒരു ഫിനിഷിങ് ടച്ച് കിട്ടാവുന്ന രീതിയിൽ ഒരു ഭംഗിയാക്കി കൊടുക്കുക. അതായത് ക്രയോൺസ് യൂസ് ചെയ്തിട്ട്. സാധാരണ ലില്ലി ഫ്ലവർ എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു വൈറ്റ് ഔട്ട്ലുക്ക് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ പല കളേഴ്സിൻ്റെ കോമ്പോസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്രയോൺസ് യൂസ് ചെയ്ത് മാക്സിമം കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കി കൊടുക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേനും നല്ലൊരു പെറ്റലിൻ്റെ ഒരു ഔട്ട്ലുക്ക് കിട്ടും. ഇങ്ങനെയായിരിക്കും അത് ചെയ്യുന്നത്. നമുക്ക് ക്രയോൺസ് യൂസ് ചെയ്തിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കെച്ച് യൂസ് ചെയ്തിട്ടോ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേനും ഇതുപോലെ വരും. പിന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആ ഒരു പെറ്റലിൻ്റെ ഒരു പിങ്ക് കളറ് ഒരു സെൻറ്റർ പോർഷനിൽ ഒരു ലൈനുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും ബേസിലായിട്ട് ഗ്രീനിഷ് കളറും സെൻറ്ററിലായിട്ട് യെല്ലോയിഷ് കളറും നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ആ ഒരു പെറ്റലിൻ്റെ ഒരു ഔട്ട്ലുക്ക് അത് നമുക്ക് കിട്ടിക്കാണും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? സെൻറ്റർ പോർഷനിലായിട്ട് ഒരു ജസ്റ്റ് പിങ്ക് കളർ ആ ഒരു പാറ്റേൺ വരും. കണ്ടോ? ഇതുപോലെ ആയിരിക്കും അത് വരുന്നത്. പിന്നെ നമുക്ക് ബേസിൽ ഗ്രീനായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ഒരു വൈറ്റ് പിങ്ക് ഗ്രീൻ ആൻഡ് യെല്ലോയിഷ് കോംബോ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. മെയിനായിട്ടും വൈറ്റ് ഔട്ട്ലുക്കാണ് വരുന്നത്. സെൻറ്ററിൽ യെല്ലോ കളറ് കോംബോയും വരുന്നുണ്ട്. ഇതെല്ലാം ലൈറ്റായിട്ടാണ് വരുന്നത്, ഭയങ്കര ഡാർക്കായിട്ടല്ല. ചെറിയ ലൈറ്റ് കളറ് ആ ഫ്ലവറിനൊന്ന് കുറച്ച് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പോൾ നമുക്ക് പെറ്റലിൻ്റെ ഒരു ഫോം കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇനി നമുക്ക് അതിന് കുറച്ചുകൂടി ഒറിജിനാലിറ്റി ആൻഡ് നാച്ചുറാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ചുരുട്ടി കൊടുക്കുക. ചുരുട്ടി കൊടുക്കുമ്പോഴത്തേനും ആ ഒരു പെറ്റലിൻ്റെ തായിട്ടുള്ള ചുളിവുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പുകൾ അങ്ങനെ വന്നിട്ടുണ്ടാവും. അതായത് നമ്മൾ നിവർത്തി കൊടുക്കുമ്പോഴത്തേനും ശരിക്കും ഒരു നാച്ചുറൽ ലുക്കായിരിക്കും ആ പെറ്റലിന് ഉണ്ടാവുക. ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 5 പെറ്റൽസാണ്.
ഇനി നമുക്ക് ഫ്ലവറിൻ്റെ ഇന്നർ പോർഷനിൽ വെക്കാനുള്ള ആ ഒരു ഇന്നർ ഐറ്റം അത് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 3 to 4 to 5 അത്രയൊക്കെ ഒരു ഇതെടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ലില്ലി ഫ്ലവറിൻ്റെ ടിപ്പ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഒന്നെങ്കിൽ ബ്ലാക്ക് കളറ് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ഗ്രീനിഷ് കളറ് ഒരു തരം പോളൻസ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ടും ചായപ്പൊടിയാണ് എടുക്കുന്നത്. ഗം യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് അപ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. നമ്മളെല്ലാത്തിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഇൻസൈഡിൽ വയ്ക്കാനുള്ള ആ ഒരു പോർഷൻ റെഡിയായി കാണും. പിന്നെ ഫ്ലോറൽ വയർ യൂസ് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് നല്ല ഭംഗിയുള്ള ഇൻസൈഡിൽ വയ്ക്കാനുള്ള ആ ഒരു പാർട്ട് റെഡിയായി കാണും. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ പെറ്റൽസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 5 പെറ്റൽസും കറക്റ്റ് പൊസിഷൻ ആൻഡ് പാറ്റേണിൽ വരുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ കളർ കോമ്പോസൊക്കെ പെറ്റൽസിൻ്റെ ഷേപ്പ് വന്നപ്പോഴത്തേനും റെഡി ആയിരിക്കുന്നത് ഇങ്ങനെയാണപ്പോൾ ലില്ലി ഫ്ലവർ ഉണ്ടാക്കുന്നത്. പിന്നെ ടേപ്പ് വെച്ച് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും നമുക്ക് ആ ഫ്ലവറിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പും ഷേപ്പിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ആ ഒരു ഫ്ലവർ ഫൈനലായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇതെങ്ങനെയായിരിക്കും അപ്പോൾ ഫ്ലവർ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഹലോ, അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫ്ലവറിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും വരുന്നത്. ലില്ലി ഫ്ലവറിൻ്റെ ഒറിജിനൽ ഫോമാണിത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ.